സ്ത്രീകൾക്കു നേരെ പുരുഷന്മാർ നടത്തുന്ന അതിക്രമങ്ങളെ നിശബ്ദം സഹിക്കാനല്ല ഇവിടെ കുറെ സ്ത്രീകൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ പുരുഷന്മാരുടെ അതിക്രമങ്ങളെ ശാരീരികമായി തന്നെ നേരിടാൻ പരിശീലിക്കുകയാണ്. മുസ്ലിം സ്ത്രീകളടക്കം ധാരാളം സ്ത്രീകളാണ് ഇങ്ങനെ സ്വയം പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നത്. നിയമങ്ങളും നിയമപാലകരും ഭരണകർത്താക്കളുമൊക്കെ നിശബ്ദത തുടരുമ്പോഴാണ് സ്വയം പ്രതിരോധത്തിന്റെ മാർഗങ്ങളുമായി നാഷണൽ വിമൻസ് ഫ്രണ്ട് എത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കായികമായി തന്നെ നേരിടുക. പരാതി പറഞ്ഞിട്ടും നിവേദനങ്ങൾ പലതു കൊടുത്തിട്ടും ഫലമില്ല എങ്കിൽ പിന്നെ ചെറുത്തുനിൽപ്പിനുള്ള അടവുകൾ പഠിക്കുക തന്നെ. നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും ആരോ മുടിയിൽ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നു. ഇടതുകാൽ ബാക്കിലേക്ക് ഇറങ്ങുന്നതോടൊപ്പം ഇടതു കൈകൊണ്ട് പിടിച്ച് വലതു കൈകൊണ്ട് മുഖത്തടിക്കുക. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ പ്രസ്താവന ഇറക്കിയും മുദ്രാവാക്യം വിളിച്ചും അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ സ്ത്രീ സംഘടനകൾ കിണഞ്ഞു ശ്രമിക്കുന്നിടത്താണ് നാഷണൽ വിമൻസ് ഫ്രണ്ട് വ്യത്യസ്തരാകുന്നത്. യോഗങ്ങൾ സംഘടിപ്പിച്ച് കായിക മുറകൾ സ്ത്രീകൾക്ക് പരിചയപ്പെടുത്തുന്നു. വഴിയിലൂടെ പോകുമ്പോൾ എതിരെ നടന്നുവരുന്നയാൾ കയ്യിൽ കടന്നുപിടിച്ചാൽ, പിന്നിൽ നിന്ന് കടന്നുപിടിക്കാൻ ശ്രമിച്ചാൽ, മുഖം പൊത്താൻ ഒരുമ്പെട്ടാൽ, ഇതിനെയൊക്കെ ചെറുക്കാനുള്ള അടവുകൾ വിമൻസ് ഫ്രണ്ടിന്റെ കയ്യിലുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇപ്പോൾ പെട്ടെന്ന് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളറിയാതെ തന്നെ നമ്മളൊരു തോണ്ടല്, പിന്നെ ഒരു അള്ളിപ്പിടുത്തം, അതൊക്കെയാണ് നമ്മൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സമയത്ത് സ്ത്രീകൾക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ മറ്റുള്ളവരെ അറിയില്ലോ എന്ന് വെച്ചിട്ട് മിണ്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് മാറണം. സ്ത്രീകളെ പ്രതികരണശേഷിയുള്ളവരാക്കണം. അപ്പോൾ അതേസമയം പെട്ടെന്ന് ഒരാളുടെ വരവ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അവൻ്റെ വരവ് ശരിയില്ല എന്നുള്ളത്. അപ്പോൾ ഒരു മനസ്സിലൊരു കരുതുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും വേണ്ട. കയ്യിലൊരു പെണ്ണുണ്ടായാൽ പോലും, വളരെ ശക്തനാണെങ്കിൽ ഒരു പെണ്ണുണ്ടായാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മനസ്സ് പ്രിപ്പയർഡ് ആവണം. മുസ്ലിം സ്ത്രീകളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം. അവരെ കൂടി പങ്കെടുപ്പിച്ചുള്ള പരിപാടിയിൽ അടവുമുറകൾ പരിചയപ്പെടുത്തി. വീടുകൾ തോറും കയറിയിറങ്ങി സ്ത്രീകളെ ബോധവൽക്കരിക്കാനും ഉദ്ദേശമുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ശരിക്കും സുരക്ഷിതരല്ല. അതായത് വീടുകളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നതല്ലാണ്ട് അതിന് പ്രത്യേകമായിട്ട് രാജ്യത്ത് സ്ത്രീ പീഡനങ്ങൾക്ക് അതിന്റെ ശരിയായ നിയമവശങ്ങളുണ്ട് ശിക്ഷിക്കപ്പെടാൻ. പക്ഷെ അത് രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും സ്ത്രീകളെ തന്നെ, അതായത് രാജ്യത്തിന്റെ ശതമാനത്തിന്റെ, അതായത് ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ അതിനെതിരെ മുൻകരുതലെടുത്ത് മുന്നോട്ടിറങ്ങേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആദ്യഘട്ടത്തിൽ കായിക പരിശീലനം, അടുത്ത ഘട്ടം ആയോധന മുറകൾ പരിചയപ്പെടുത്തുക. കായിക പരിശീലനവും ആയോധന മുറകളിൽ അറിവും നേടിയാൽ സ്വൈര്യമായി നടക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്നാണ് വുമൻസ് ഫ്രണ്ട് പറയുന്നത്. പലപ്പോഴും പർദ്ദധാരികളെയും ആക്രമിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് വേഷം തന്നെയാണ് ഈ ആക്രമണത്തിന് ഒരു കാരണം. അതാണ് സ്ത്രീകളുടെ വേഷവിധാനം. പലപ്പോഴും പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതൊരു ഇതാണ്. എന്നാൽ ഈ കൊച്ചുകുട്ടികൾ വരെ ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് നമുക്കൊരു വേഷത്തിന്റെ ഒരു കാരണമാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അത് സ്ത്രീകളെ മാത്രം ബോധവൽക്കരിച്ചാൽ പോരാ, പുരുഷന്മാർക്ക് കൂടി ഒരു ബോധവൽക്കരണം ആവശ്യമാണ് എന്നുള്ളതാണ്. കേരളം മുഴുവൻ ഈ രീതി പരിചയപ്പെടുത്തുകയാണ് വുമൻസ് ഫ്രണ്ടിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കാൻ വുമൻസ് ഫ്രണ്ടിന്റെ ഒരു ടീം ഒരുങ്ങുകയാണ്. എന്തായാലും പൂവാലന്മാർ ജാഗ്രത പുലർത്തട്ടെ.